പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33 യേശു പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നാം എല്ലാവരും പലവിധ കാരണങ്ങളാൽ ഉത്കണ്ഠാകുലരും ആകുലചിത്തരുമാണ്. യേശു പറയുന്നു, ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കും സാധിക്കുകയില്ല. നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത് അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയുമാണ്. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നമുക്ക് ദൈവം നൽകും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം ആവശ്യമാണെന്ന് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനറിയാം. അവയെല്ലാം തക്ക സമയത്ത് ദൈവം നമുക്ക് നൽകും. കാരണം നാം ദൈവത്തിൻ്റെ മക്കളാണ്. ആത്മീയ മനുഷ്യൻ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയുമാണ് അന്വേഷിക്കുന്നത്. മത്തായി 7:11 യേശു ചോദിക്കുന്നു, മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. നമ്മുടെ ഹൃദയം കാണുന്ന പിതാവായ ദൈവം, നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുന്ന ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് നൽകുക തന്നെ ചെയ്യും. നമുക്ക് വേണ്ടത് ദൈവത്തിൽ ആഴത്തിലുള്ള വിശ്വാസമാണ്. ദൈവത്തിലും ദൈവത്തിൻ്റെ വചനങ്ങളിലും ആഴമുള്ള വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഹെബ്രായർ 11:6 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. നമ്മുടെ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാകുന്നുള്ളൂ. 1 പത്രോസ് 5:6 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ഉത്കണ്ഠകളും ആകുലതകളും ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എഫേസോസ് 2:8 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. യോഹന്നാൻ 20:27 യേശു തോമസിനോട് പറയുന്നുണ്ട്, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന്. നാം ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. റോമ 8:32 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ എന്ന്. ഫിലിപ്പി 4:19 തിരുവചനം പറയുന്നു, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ദൈവത്തിൻ്റെ വചനങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.